ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഈ 10 വരെയുള്ള വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വിവിധ ആഴ്ചകളായി ചിന്തിച്ചത് വിവിധ തലക്കെട്ടോടുകൂടെ വിവിധ പോയിന്റുകൾ, വിവിധ ദൈവികമായ ഉദ്ദേശങ്ങളൊക്കെ അതിലൂടെ ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രതിസന്ധിയിലും പീഡനങ്ങളിലും ഒക്കെ തളർന്നു പോകാതെ തെസ്സലോനിക്ക സഭ നിന്ന വിധങ്ങളും അവരുടെ ക്വാളിറ്റി എത്ര ശ്രേഷ്ഠമായിരുന്നു എന്നും അതൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിലുള്ളവരുടെ വിശ്വാസവും പരസ്പരമുള്ള അവരുടെ തികഞ്ഞ ദൈവസ്നേഹവും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങനെ അവർ പ്രയോജനപ്പെടുമ്പം തന്നെ അവർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, സംശയങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണകൾ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ കർത്താവിന്റെ നാളിനെ സംബന്ധിച്ച്, ശത്രുക്കളെയൊക്കെ സംഹരിച്ച് തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുക്കുന്ന ആ നാളിനെ സംബന്ധിച്ചും ഒക്കെ പല തെറ്റായ പ്രചരണങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായി. അങ്ങനെ ഒരു മാനസികമായി വല്ലാതെ തകർന്നിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ കുറെ പേർ ഉപജീവന മാർഗങ്ങൾ അന്വേഷിക്കാതെ അലസരായി തീരുന്ന ആ അനുഭവങ്ങളുടെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് അതിനുള്ള പരിഹാരം കൽപ്പിച്ചുകൊണ്ട് സംശയ നിവാരണം വരുത്തിക്കൊണ്ട് എഴുതുന്ന കത്താണ് തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നു, വീണ്ടും ഞാനത് ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് വന്ന് ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഇവിടെ ഓൾറെഡി കട്ട ഓർപ്പിച്ചു. ശരിക്കും പണിഷ്മെന്റ് എന്താണെന്നും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രാജഡി അത് ഒരിക്കലും ഒരു ആത്യന്തികമായ ദുഃഖം, ദുരന്തമാണത്. അതെന്തെന്ന് ചോദിച്ചാല് റിലേഷണൽ ഡിസ്റ്റൻസ് ഫ്രം ദിയർ ക്രിയേറ്റർ ആൻഡ് ദിയർ കിങ്. അവരുടെ സൃഷ്ടാവും രാജാവുമായവരിൽ നിന്ന് അവരെ എന്നേക്കും അകന്നു മാറുകയും, അതുപോലെ തന്നെ ഈ ട്രാജഡി, ഈ ദുരന്തം, ഈ മഹാദുരന്തം അല്ലെങ്കിൽ ഈ വലിയ ദുഃഖമേറിയ ഈ കാര്യം നടക്കുന്നത് ദൈവം അവരോട് ഒരു അനീതി കാണിച്ചുകൊണ്ട് അല്ല, പിന്നെ ദൈവത്തിന്റെ നീതിയിൽ വിശ്വസിക്കാൻ കഴിയാതെ സ്വന്തം നീതിയെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത്. അവർ തന്നെ തെരഞ്ഞെടുക്കുകയാണ് ടു ചൂസ് സെപ്പറേഷൻ ഫ്രം ജീസസ് ഹു ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ലൈഫ് ആൻഡ് ലവ്. സ്നേഹത്തിന്റെയും ജീവന്റെയും ഉറവയായ കർത്താവായ യേശുവിൽ നിന്ന് ഉള്ള ആ സെപ്പറേഷൻ, ആ വേർപാട് തങ്ങൾ തന്നെ തെരഞ്ഞെടുത്തതാണ്, അല്ലാതെ ആരും അവരെ അകറ്റി മാറ്റിയത് അല്ല. ഈ ഭൂമിയിലെ ആയുസ്സിൽ തങ്ങൾ തന്നെ തെരഞ്ഞെടുത്തതാണ്. ജീവനും മരണവും മുമ്പിൽ വെച്ചപ്പോൾ യേശുവിനുള്ള രക്ഷയും യേശുവിനെ കൂടാതുള്ള ശിക്ഷാവിധിയും ജീവിതത്തിന്റെ ശിക്ഷാവിധിയും വെച്ചപ്പോൾ അവർ ആരാണോ അങ്ങനെ ആ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നത്, ആരാണോ കെടാത്തതിയിലേക്ക് പോകുന്നത്, അവർക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് പോലും പറയാൻ ഇല്ല. മറിച്ച് അവർ തന്നെയാണ് ആ അൾട്ടിമേറ്റ് ട്രാജഡി, അത്യധികമായ ആ ദുഃഖത്തിലേക്ക്, ആ ദുരന്തത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ളവരെ അവരുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ചുള്ള ഇടം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിക്കുമ്പോഴും നമുക്കറിയാം എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്, അല്ലെങ്കിൽ താമസിക്കുന്നത് നമുക്ക് തോന്നുന്നത്. അത് വാസ്തവമായി കർത്താവ് വരികയും തന്റെ തക്ക സമയത്ത് വന്ന് നമ്മളെ ചേർക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ക്രിസ്തുയേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ പങ്കാളികളാകുന്ന യേശു തന്നെ ഒരു അത്ഭുത വിഷയമായി തീരുന്ന നമ്മുടെ ആ അനുഗ്രഹങ്ങളും, മറുവശത്ത് നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത നിത്യശിക്ഷാവിധി എന്ന അവസ്ഥയും നമ്മൾ ചിന്തിച്ചു. 10-ാം വാക്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് നിർത്തി. പറയുന്നത് ഞാനൊന്ന് വായിച്ച് ഞാനങ്ങ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. അത് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ലേഖന പഠനങ്ങളൊക്കെ ചിന്തിച്ചതിന്റെ ഒരു ആവർത്തനം അല്ലെ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ അതൊന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ചിന്തിക്കാം. 11-ാം വാക്യം, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും
ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്, ഞാനത് ചില ഭാഗങ്ങൾ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ പീഡ അനുഭവിക്കുന്ന ജനം, ആ ജനം പ്രാർത്ഥിക്കേണ്ടതും ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ഇന്നത്തെ തലമുറയിലേക്ക് നോക്കിയാൽ നമുക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ തലമുറ പലപ്പോഴും ആ ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ തെന്നി മാറിയിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ കൊണ്ട് പ്രതികാരം ചെയ്യിപ്പിക്കാനും പീഡിപ്പിക്കുന്നവരെ അവർക്ക് പീഡ കൊടുക്കാനും ഒക്കെ ആ രീതിയിലേക്ക് പ്രാർത്ഥനകൾ മാറുമ്പോൾ അപ്പോസ്തലനായ പൗലോസോ തെസ്സലോനിക്ക വിശ്വാസികളോ അതിന് മുതിരുന്നില്ല. അതിനുവേണ്ടിയുള്ള ആഹ്വാനം അപ്പോസ്തലൻ കൊടുക്കുന്നുമില്ല. മറിച്ച് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ട്, ഇത്രയും വലിയ പീഡകൾ അവിടെ നടന്നിട്ട്, ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ തന്റെ ജനം കടന്നുപോയിട്ട് നമ്മൾ അതിശയിച്ചു പോകും. അപ്പോസ്തലൻ അവരെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവം അവരെ കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇപ്പോഴാണോ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അത്ര വലിയ പ്രശ്നങ്ങളിലൂടെ, സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ, കൊടിയ പീഡയിലൂടെ കടന്നുപോയി ദുഃഖിതരായി, അതെ, ആകപ്പാടെ മനസ്സ് തകർന്ന് ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ജീവിത ശൈലിക്ക് വേണ്ടിയാണോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തലൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. അത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനെന്നുള്ള നമുക്ക് മനസ്സിലാവും. ഒരു പ്രശ്നങ്ങളുടെ മുമ്പിലും അടിയറവ് വെക്കാൻ ഉള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും, ഒരു വെല്ലുവിളിയുടെ മുമ്പിലും, ഒരു ഉയർച്ചയുടെ മുൻപിലും, ഒരു താഴ്ചയുടെ മുൻപിലും അടിയറവ് വെച്ച് പിന്മാറാനുള്ളതല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന യോഗ്യമായ ജീവിതം. ആ ജീവിതം മരണപര്യന്തം വിശ്വസ്തരായി നയിക്കാനുള്ളതാണ്. അതിൽ നിന്ന് പിന്മാറുവാൻ ഇത്ര വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ തെസ്സലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് അനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ, ഒരു പഴുതും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം ഇങ്ങനെ പറയേണ്ട കാര്യം. അപ്പം അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. എന്താണ് അപ്പോസ്തലൻ ഇവിടെ പറയാൻ ചോദിച്ചത്? അപ്പം നമ്മള് ക്രിസ്തീയ ജീവിതത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, what you hope for shapes what you live for. നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രത്യാശിക്കുന്നത് അതാണ് നമ്മുടെ എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ള രൂപപ്പെടുത്തുന്നത്. വാട്ട് യു ഹോപ്പ് ഫോർ ഷേപ്പ് വാട്ട് യു ലീവ് ഫോർ. നമ്മുടെ ഈ ഇന്നത്തെ ജീവിതം നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അറിയാവോ? നമ്മൾ എന്താണോ പ്രത്യാശിക്കുന്നത്, നമ്മുടെ ഹോപ്പ് എന്താണോ അതനുസരിച്ചാണ്, നമ്മുടെ പ്രത്യാശ അനുസരിച്ചാണ് നമ്മുടെ ജീവിതവും അതനുസരിച്ചാണ് രൂപപ്പെടുന്നത്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് എന്താണ് ദൈവത്തിന്റെ പ്രത്യാശ, അല്ല ദൈവത്തിന്റെ ആശ, ദൈവത്തിന്റെ വിളിയുടെ ആശ തന്റെ ജനത്തെ കുറിച്ച് എന്നുള്ളത് എല്ലാ ലേഖനങ്ങളിലും ആവർത്തിച്ച് പറയുന്ന പോലെ ഈ പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന തെസ്സലോനിക്കയിലെ ദൈവമക്കളോടും ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമ്മുടെ പ്രത്യാശ നമ്മുടെ ജീവിതവുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അപ്പം ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന, ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ പ്രത്യാശ. അല്ലെങ്കിൽ ആ പ്രത്യാശ വെറും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനു വേണ്ടി പ്രതീക്ഷിക്കുന്നോ അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നോ, നമ്മുടെ എക്സാക്ട് വേർഡ് അതാണല്ലോ ഹോപ്പ് എന്നുള്ളത്. ആ പ്രത്യാശയ്ക്ക് അനുസൃതമായി നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് അതിനെ ഷേപ്പ് ചെയ്യും, അതിനെ രൂപപ്പെടുത്തും. ഇല്ലെങ്കിൽ നമ്മുടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അതിന് തക്ക രൂപപ്പെടുത്തൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയോ, വീടിന് വേണ്ടിയോ, പേരിന് വേണ്ടിയോ, പെരുമയ്ക്ക് വേണ്ടിയോ, നേട്ടങ്ങൾക്ക് വേണ്ടിയോ, നമ്മുടേതായ സമാധാനത്തിനും സന്തോഷത്തിനും നമ്മുടെ മാത്രമായ ഒരു സംതൃപ്തിക്കോ സുഖത്തിനോ വേണ്ടിയാണെങ്കിൽ അതിന്റെ അർത്ഥം നാം യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്നിടത്ത് പ്രത്യാശ വെച്ചിട്ടില്ല. നാം പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ അത് വെളിവായി വരും, അത് രൂപപ്പെട്ടു വരും. അത് വളരെ ആഴമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ആദ്യമേ ഓർപ്പിച്ചത്. അപ്പം 2 തെസ്സലോനിക്കർ 1:11-12 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇത്രയും നമ്മൾ ചിന്തിച്ച
കഴിഞ്ഞ ആഴ്ചകളായി 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ അവർ ചിന്തിച്ച അവർ കടന്നുപോയ വഴികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമുള്ള ദൈവമക്കളോട് പറയുകയാണ്, സോ വി കീപ് ഓൺ പ്രേയിങ് ഫോർ യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്താ പ്രാർത്ഥിക്കുന്നറിയോ? ആസ്കിങ് അവർ ഗോഡ് ടു എനേബിൾ യു ടു ലീവ് എ ലൈഫ് വർത്തി ഓഫ് ഹിസ് കോൾ. ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ? ദൈവം നിങ്ങളെ ബലപ്പെടുത്തണം. ദൈവത്തോട് ഞങ്ങൾ ചോദിക്കുന്ന കാര്യം അതാ, കർത്താവേ നീ അവരെ ശക്തീകരിക്കണം, നീ അവരെ ബലപ്പെടുത്തണം. എന്തിനു വേണ്ടിയെന്നറിയാമോ? നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വിളിക്കനുസരിച്ച് യോഗ്യമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ ഞങ്ങൾ കീപ് ഓൺ പ്രേയിങ്. we keep on praying for you. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ പറ്റുന്ന കാര്യമാണോ? ഇത്രയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ ആരെങ്കിലും ഇന്ന് രാത്രി ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതിന് കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചവരുണ്ട്. വീണ്ടും നമ്മുടെയും പ്രാർത്ഥന അത് തന്നെ ആയിരിക്കണം. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ദൈവമാണ്. പക്ഷേ വർത്തമാനകാല ജീവിതത്തിന്റെ വിശുദ്ധിയും നേരും ദൈവം ആഗ്രഹിക്കുന്ന ആ നടപ്പും അത് നമ്മളിൽ നിന്നുണ്ടാകേണ്ട ക്രമീകരണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതും നമ്മുടെ ജീവിതത്തിന് വേണ്ടതും നമുക്ക് അന്നന്ന് വേണ്ടതും നമ്മുടെ വരുവാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആ മഹത്വകരമായ ആ പ്രത്യാശയുടെ പൂർത്തീകരണത്തിന്, ശരീരത്തിന് രൂപാന്തരത്തിന് വേണ്ടതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചെയ്തെടുക്കും. എന്നാൽ ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ, ഇന്നൊരു ദിവസം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി സമർപ്പിക്കപ്പെടേണ്ടതാണ്. അതിനെ പകരം വെക്കുവാൻ ഈ ഒരു കഷ്ടതയും അനുവദിക്കുന്നില്ല. അതിൽ നിന്ന് പിന്മാറുവാൻ അതായത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുവാൻ ദൈവം ഒരു കാലത്തും ആഗ്രഹിക്കും. ആ ക്വാളിറ്റിക്കാണ് നമ്മൾ ഈ പറയുന്നത്. എന്താ പറയണ്ടേ? എ ലൈഫ് വർത്തി ഓഫ് ഹിസ് കോൾ. ലീവ് എ ലൈഫ് വർത്തി ഓഫ് ഹിസ് കോൾ. അവന്റെ വിളിക്ക് യോഗ്യമായ ജീവിതം എന്ന് പറഞ്ഞാൽ അല്പം പോലും നിലവാരം കുറയാത്ത ആ വേൾഡ് ക്ലാസ് ക്രിസ്ത്യനായി, ലോകോത്തര ക്രിസ്ത്യാനികളായി, ലോകമയത്തമുള്ളവരല്ല, ലോകത്തെ ജയിക്കുന്ന ജയമുള്ള ക്രിസ്ത്യാനികളായി, ദൈവമക്കളായി ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. അത് എത്ര വലിയ ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിന്റെ നിലവാരത്തെ കോംപ്രമൈസ് ചെയ്യാൻ ഒരു നാളും കഴിയത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്റെ പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ ദൈവ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. ഈ ഒരു പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരു നാളും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവരും നാം മറ്റുള്ളവർക്ക് വേണ്ടിയും പരസ്പരം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ തലമുറയിൽ നമുക്ക് ക്രിസ്തുയേശുവിന് വേണ്ടി ശോഭിക്കാനായി കഴിയുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് കർത്താവ് ആ പഠിപ്പിച്ച പോലെ തന്നെ ക്രിസ്തുയേശുവിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ, അതെ, വൻമഴ ചൊരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും അത് വീടിന്മേൽ അലച്ചാലും വീണുപോകാത്ത ദൈവവചനത്തിന്റെ കേൾവി മാത്രമല്ല, ദൈവവചനം കേട്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന, അനുസരിക്കുന്ന, ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പ്രിയപ്പെട്ടവരാ, തെസ്സലോനിക്ക വിശ്വാസികൾ പറയുക, ശരിയാണ്, നിങ്ങൾക്ക് നേരെ വൻമഴ ചൊരിയുന്നുണ്ട്, നദികൾ പൊങ്ങുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ മേൽ അലയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ വീണു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം നിങ്ങൾ വീണുപോകാൻ വേണ്ടി അല്ല ദൈവം നിങ്ങളെ വിളിച്ചത്, പിന്നെയോ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാ, അവന് വേണ്ടി ഫലം കൊടുക്കാൻ വേണ്ടിയാ, അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ ദൈവത്തോടുള്ള സ്നേഹവും സഹോദരനോടുള്ള സ്നേഹവും
സ്നേഹവും വറ്റിപ്പോകാൻ വേണ്ടിയല്ല, മറിച്ച് അത് നാൾതോറും വർദ്ധിച്ചു വരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോസ്തലനായ പൗലോസ് ശക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഈ 12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഭാഗം. ഒന്ന്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയാ? ദൈവം നിങ്ങളെ, അവിടെ വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം അപ്പോഴത്തേക്ക് എല്ലാവരും എന്തു മറക്കുമെന്നറിയാവോ? ക്രിസ്തീയ ജീവിതവും വിളിയുടെ ആശയമൊക്കെ അങ്ങ് മറന്നിട്ട് അന്നേരമുള്ള പ്രശ്നങ്ങളെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രതിസന്ധി മാറുന്നത്, എങ്ങനെയാണ് ഈ ശത്രുക്കളൊക്കെ ഒന്ന് ഒതുങ്ങുന്നത്, എങ്ങനെയാണ് ഈ ഭരണം ഒന്ന് മാറുന്നത്, എങ്ങനെയാണ് ഈ കാലഘട്ടത്തിനൊരു മാറ്റം വരുന്നത്, എങ്ങനെയാണ് അതെ ഈ ഇത് എല്ലാം ശ്രദ്ധ മുഴുവനും എങ്ങോട്ട് പോകും? നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പീഡയിലേക്കും പ്രതിസന്ധിയിലേക്കും നമ്മുടെ ശ്രദ്ധ പോവുകയും ഒടുവിൽ എന്ത് സംഭവിക്കും? വിട്ടുവീഴ്ച എന്തിനുണ്ടാവും? വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തീരെ അങ്ങ് കുറയുകയും ചെയ്യും. പക്ഷെ അപ്പോസ്തലൻ ഇതൊക്കെ പറഞ്ഞിട്ട് ക്രിസ്തുയേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയും അതെ നിത്യശിക്ഷാവിധിയെയും ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാ അത് കണക്ട് ചെയ്യുന്ന ചോദിച്ചാൽ കാര്യം ശരിയാണ്, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ സംഭവിക്കും. അതെ, തള്ളിക്കളഞ്ഞവർക്ക്, യേശുവിനെ വേണ്ട എന്ന് വെച്ചവർക്ക് യേശുവിനെ കിട്ടത്തില്ല. പക്ഷെ യേശുവിനെ വേണമെന്ന് വെച്ചവർക്ക് യേശുവിനെ കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് അറിയാവോ? മനുഷ്യപുത്രനായ യേശുവായിട്ടല്ല കിട്ടുന്നത്. പിന്നെയോ തേജസ്സിൽ സഞ്ചയത്തിന്റെ നടുവിൽ ശക്തിയുള്ള ദൂതന്മാരുമായി അതിന്റെ ശക്തി പ്രഭാവത്തോടെ അഗ്നിജാലിൽ പ്രത്യക്ഷനാകുന്ന യേശുവിനെ, അതായത് ദൈവപുത്രനായി വിശ്വാസത്താലെ ആരേറ്റു പറഞ്ഞോ അവർ കണ്ണാൽ കാണാൻ പോവുകയാണ് ആ ദൈവപുത്രന്റെ വെളിപ്പാട്, പ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത. എന്നാൽ മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ യേശുവിനെ ദൈവപുത്രനെ അംഗീകരിക്കാൻ കഴിയാതെ തള്ളിക്കളഞ്ഞോ അവർക്ക് ആ ദൈവപുത്രന്റെ പ്രഭാവത്തിൽ പങ്കാളിത്തമില്ല, മഹത്വത്തിൽ പങ്കാളിത്തമില്ല, രാജത്വത്തിൽ പങ്കാളിത്തം. പക്ഷെ അവന്റെ കഷ്ടതയിൽ ആർ പങ്കാളികളാകുന്നു അവർക്ക് അവന്റെ മഹത്വത്തിലും പങ്കാളിത്തമുണ്ട്. കൂടെ സഹിക്കുന്നവർ കൂടെ വാഴും. അതുകൊണ്ടാണ് തെസ്സലോനിക്കരോട് പറയുന്നത്, നിങ്ങളുടെ വേദന എന്റെ വേദന അല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ പീഡനങ്ങളെ ഞങ്ങളും പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവരാ, അത് ഞങ്ങളെ ബാധിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ സഫറിങ്സിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തിന്റെ പങ്കാളിത്തം വഹിക്കുന്നേ. കാരണം നിങ്ങൾ അവനോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ വാഴും. അപ്പൊ സഹിക്കുമ്പോഴൊക്കെ അപ്പോസ്തലന്മാർ എന്തോർപ്പിക്കും? വാഴ്ചയെക്കുറിച്ച്. കഷ്ടം അനുഭവിക്കുമ്പോഴൊക്കെ അപ്പോസ്തലന്മാർ എന്തോർപ്പിക്കും? ഇതിന്റെ ആയുസ് അല്പനേരത്തൊക്കെ ഉള്ളൂ, പിന്നെയോ അവനോടൊന്നിച്ചുള്ള വാസമാണ് നിത്യമായിരിക്കുന്നത്. ഇങ്ങനെ വിശ്വാസികളെ വാർത്തെടുക്കുക എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ ഒരു ശൈലിയായിരുന്നു. അതിലവർ വിജയിച്ചിരുന്നു. അവർക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ദൈവവിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. നന്മ പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തെ ശക്തിയാൽ പരിപൂർണമാക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കണം. രണ്ട്, may he give you the power to accomplish all the good things your faith prompts you to do. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങൾ പകർന്നിരിക്കുന്ന വിശ്വാസത്താൽ പ്രചോദിതരായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ നല്ല പ്രവർത്തികൾക്ക് നിങ്ങൾ പങ്കാളികളാകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങള് ദൈവത്തിനു വേണ്ടി നിങ്ങൾ ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദൈവം എന്തിനു നിങ്ങളെ ശക്തീകരിക്കണമെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നറിയാമോ? അതാണ് നമ്മളിവിടെ വായിച്ചത്. നന്മ പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം എന്ത് ചെയ്യണം? അവിടുത്തെ ശക്തിയാൽ പരിപൂർണമാക്കട്ടെ. ദൈവത്തിന്റെ ശക്തി കൊണ്ട്, ദൈവത്തിന്റെ ബലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസത്താൽ പ്രചോദിതമായ
പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ദൈവത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവന് വേണ്ടി നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രവർത്തിച്ചേനെ. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി ശക്തമായി നിന്നേനെ. ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സാഹചര്യങ്ങളല്ല നമ്മളെ ദൈവത്തിന് വേണ്ടി ശക്തരാക്കുന്നത്. സാഹചര്യങ്ങളല്ല നമ്മളെ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ ശക്തിയാലും ദൈവത്തിന്റെ സഹായത്താലും നമുക്ക് തീർച്ചയായും ദിനം തോറും പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്താലും അനുസരണത്താലും നമുക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന് പ്രയോജനമുള്ള യോഗ്യമായ ജീവിതം നയിക്കാൻ കഴിയും. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നമ്മൾ പ്രചോദിതരായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് വേണ്ടി നന്മ പ്രവർത്തിപ്പാൻ. അതിനുവേണ്ടി ഒരു സീസൺ ഇല്ല, അതിനുവേണ്ടി ഒരു കാലം പ്രത്യേകിച്ചില്ല. പിന്നെയോ എല്ലാ ദിവസവും അതിനുള്ള കാലം. അല്ലാതെ നമുക്ക് ദൈവം അങ്ങനെ ഒരു പ്രത്യേക കാലം ശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നാം വ്യക്തമായി ഓർത്തോണം. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പലർക്കും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാത്തത്. അവർ കരുതുന്നത് ഞങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്, നിങ്ങൾ അത് അറിയണം. അത് കൊടിയ ശോധനയിലായിരുന്നിട്ടും കഠിന ദാരിദ്ര്യത്തിലായിരുന്നിട്ടും അവർ എങ്ങനെയാണ് സഹോദരങ്ങളെ സ്നേഹിച്ചത്. അവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഏതൊരു സന്തോഷത്തിന്റെ അനുഭവം കൊടുത്തെന്നറിയാമോ? തങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തെ സ്നേഹിപ്പാനും ദൈവമക്കളെ സ്നേഹിപ്പാനും കരുതലിന്റെ കരം നീട്ടാനും സഹായത്തിന്റെ കരം നീട്ടാനുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവത്തെ അവർക്ക് കൊടുത്തു. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അതൊരിക്കലും വൃഥാവായി പോയില്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവമക്കളെ ഒരിക്കലും വൃഥാവായി പോകത്തില്ല. നമ്മൾ വാഞ്ചയോടെ ഹൃദയഭാരത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളെ ദൈവത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മറുപടി കാണുവാൻ തക്കണം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ലക്ഷ്യം വെച്ചാണെന്നുള്ളത് ദൈവം നോക്കും. അപ്പോസ്തലന് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് മക്കെദോന്യ സഭകളെ കുറിച്ചുള്ള ആ പ്രാർത്ഥനയുടെ ഒരു മറുപടി തന്നെയാണ് കൊരിന്ത്യരോട് പറയുന്നത്. കൊരിന്ത്യരെ, നിങ്ങൾക്കറിയാമല്ലോ മക്കെദോന്യ, ഞങ്ങൾ ആ ഭാഗം നമുക്കറിയാമല്ലോ, 2 കൊരിന്ത്യർ എഴുതിയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ആ ഭാഗം ഇവിടെ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ മക്കെദോന്യ സഭകൾ എങ്ങനെയാണ് പ്രതിസന്ധിയിലായിരുന്നത്, അവർ ഫലം കായ്ച്ചോ, അവർ നന്മ ചെയ്തോ, അവര് വാസ്തവമായിട്ട് ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിച്ചോ എന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് എന്താണ് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ. അതെ, നമുക്ക് ഒന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനോ ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ചോ അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനും ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ഇവിടെ ഈ പ്രാർത്ഥനയുടെ ഒരു മറുപടി എവിടെ കാണുന്നത്? അപ്പോസ്തലൻ അവർക്ക് വേണ്ടി, മക്കെദോന്യ സഭകളിൽ ഉള്ള ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. അവർക്ക് വേണ്ടി ഈ കൊടിയ ശോധനയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമെന്നും നന്മ പ്രവർത്തിപ്പാനുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും, അപ്പൊ ചുരുക്കി പറഞ്ഞ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലുണ്ടല്ലോ നമ്മളിൽ നിന്ന് ആ ആഗ്രഹം ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. നന്മ പ്രവർത്തിപ്പാനുള്ള എല്ലാ ആഗ്രഹങ്ങളെയും വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അവിടുത്തെ ശക്തിയാൽ പരിപൂർണമാക്കട്ടെ എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു.
ഈ പ്രാർത്ഥന ഒരു മറുപടിയിലൂടെയാണ്. ഇത് മക്കതോന്യ സഭകൾക്ക് വേണ്ടി അപ്പോസ്തലന്മാർക്ക് അറിയാം, ഈ നിരന്തരമായുള്ള ദൈവസഭകൾക്ക് വേണ്ടിയുള്ള, ദൈവ മക്കൾക്ക് വേണ്ടിയുള്ള ഈ നിരന്തരമായ പ്രാർത്ഥന അത് ഒരിക്കലും വൃഥാവാകത്തില്ല. അതിനകത്ത് വലിയ ദൈവികമായ അതുകൊണ്ട് ശക്തി പകരും. ദൈവം അവരെ ശക്തരാക്കും. സാഹചര്യങ്ങളെ നോക്കിയാൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യാണ്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായിട്ടാണ് നമ്മൾ ഇവിടെ വായിച്ചത്. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ഈ മക്കതോന്യ സഭകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കതോന്യ സഭകളിൽ ഉള്ളതാണ് ഫിലിപ്പിയ സഭയും തെസ്സലോനിക്ക സഭയും ബെരോവ, ഇവയൊക്കെ മക്കതോന്യ സഭകളാണ്. മാസിഡോണിയൻ ചർച്ചസ് ആണ് ഒന്നിലധികം. അതെ, മക്കതോന്യ പ്രദേശത്തുള്ള അതെ പ്രാദേശിക ചർച്ചുകളാണിത്. ഈ മക്കതോന്യ സഭകളെ കുറിച്ച് പറയുകയാണ്, അവർക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അത് വലിയ എന്താ അഭിമാനത്തിനും പ്രശംസയ്ക്കും ദൈവനാമ മഹത്വത്തിനും കൊരിന്ത്യ സഭയ്ക്ക് പ്രചോദനത്തിനും കാരണമായി. എങ്ങനെയാണ് കാരണമായത്? എന്താണ് അവിടെ രണ്ടാം വാക്യം പറയുന്നത്? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു. അപ്പൊ ഈ തെസ്സലോനിക്ക സഭ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥയെ അപ്പോസ്തലൻ പറയാം, അങ്ങനെ ഉള്ള സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എന്താണ് നമ്മൾ ഇവിടെ വായിച്ച വാക്ക്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ വായിച്ചത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, നിങ്ങളുടെ ഇത് ഇന്നത്തെ തലമുറ, ഇന്നത്തെ എന്താ പറയണ്ടേ, ആത്മീകമായി ആദ്യം കാഴ്ചപ്പാടിനകത്ത് ഇത് കണ്ടുപോയ ആഗ്രഹങ്ങളെ കൂടുതൽ ലിസ്റ്റ് എല്ലാം വേറെയാക്കി. എന്തെങ്കിലും ആഗ്രഹങ്ങളോ ആശയമൊക്കെ കണ്ടുപോയ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെ സാധ്യമാക്കാൻ വേണ്ടി അപ്പോസ്തലൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നു അവരുടെ ആഗ്രഹം? എന്താണ് അവരെ വിശ്വാസത്താൽ പ്രചോദിതമായി അവർ ചെയ്ത നന്മ പ്രവൃത്തി? എന്തുവാ? എല്ലാ ആഗ്രഹങ്ങളും വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം തന്നെ അവിടുത്തെ ശക്തിയാൽ പരിപൂർണമാക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ചിന്തിച്ചു നോക്കിയ പ്രിയരെ, നിരന്തരമായി അപ്പോസ്തലൻ മടുത്തു പോകാതെ, മുഷിഞ്ഞു പോകാതെ, കഷ്ടതയുടെ കഠിന ശോധന കണ്ടിട്ടും തളർന്നു പോകാതെ അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭകൾക്ക് വേണ്ടി, മക്കതോന്യയിലെ സഭകൾക്ക് വേണ്ടി, ഫിലിപ്പിയൻ ചർച്ചിന് വേണ്ടി, ബെരോയൻ ചർച്ചിന് വേണ്ടി, അതെ തെസ്സലോനിക്കൻ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ മറുപടി എന്തെങ്കിലും കൊരിന്ത്യരോട് പറയുകയാണ്. കൊരിന്ത്യരെ, നിങ്ങൾക്ക് അറിയാമോ, അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഞാനതിൽ പ്രത്യേകമായ ഒരു സന്തോഷം കണ്ടെത്തുന്നു. കാരണം അവരുടെ ആഗ്രഹങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ ആഗ്രഹവും അവിടെ എടുത്തു പറയുന്നുണ്ട്, അവൻ ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നിട്ടും അവരുടെ ജനറോസിറ്റിക്ക്, അവരുടെ ഔദാര്യം കാണിപ്പാൻ അത് കാരണമായിരുന്നു. വാസ്തവത്തിൽ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ അവിടെ കൊണ്ട് എന്താ അവസാനിക്കും? ഒരു മനുഷ്യന്റെ ഔദാര്യ മനസ്സ്, ഒരു മനുഷ്യന്റെ ക്വാളിറ്റി, മറ്റുള്ളവരെ ഹൃദയംഗമായി സ്നേഹിക്കണമെന്നും കൈനങ്ങളുടെ തുറന്നു കൊടുക്കണമെന്നും മറ്റുള്ളവരെ സഹായിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ആ ആഗ്രഹത്തിന്റെ ഉറവ വറ്റിപ്പോവും. എങ്ങനെ? ഒരു കഠിന ശോധനയിലൂടെയോ മഹാദാരിദ്ര്യത്തിലൂടെയോ കടന്നു പോകുമ്പോൾ ഔദാര്യം ഇല്ലാതെയായി പോകും, സ്നേഹം വറ്റിപ്പോവും. പക്ഷേ അപ്പോസ്തലൻ പറയുന്ന ഇവർക്ക് ലഭിച്ച ദൈവകൃപ എന്തെന്നറിയാമോ? സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും അവരുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ക്വാളിറ്റിയെ അത് ബാധിച്ചില്ല. അവരുടെ ഉള്ളിലുള്ള ആ ദൈവ സ്നേഹവും അവർക്ക് കൊടുക്കാനുള്ള അവരുടെ മനസ്സും ദൈവ മക്കളെ സഹായിക്കാനുള്ള അവരുടെ നന്മ ചെയ്യാനുള്ള ആ നല്ല ആഗ്രഹം, വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള അവർക്ക് ചെയ്യുവാനുള്ള ആ ആഗ്രഹത്തെ, പ്രവൃത്തിയെ ആര് സാധ്യമാക്കി? സർവശക്തനായ ദൈവം സാധ്യം. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാറില്ല. നാം പലപ്പോഴും ചിന്തിക്കുന്നതിനറിയാമോ? പ്രാർത്ഥനയിലൂടെ അല്ല ഔദാര്യം നിലനിർത്താൻ പറ്റിയോ, ആ വിശാലമായ സാഹചര്യങ്ങൾ തരുമ്പോഴേ ഔദാര്യമായി കൊടുക്കാൻ, സന്തോഷത്തിന്റെ
സമൃദ്ധി എന്ന ജീവിത സാന്നിധ്യം ഉണ്ടാകുമ്പോഴേ സന്തോഷത്തിന്റെ സമൃദ്ധി ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നു കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ അകത്ത് സന്തോഷത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. മഹാദാരിദ്ര്യവും ധാരാളം അവരെ എന്തിന് കാരണമാക്കി? ഔദാര്യം കാണിക്കാൻ കാരണം. ഈ പ്രാർത്ഥന മറുപടിയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൈവനെ ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം, നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള, സഭയ്ക്ക് വേണ്ടിയുള്ള, ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടിയുള്ള, അനുഗ്രഹിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായ ക്രിസ്ത്യൻ നയിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളെ ഒരു നാളും ദൈവം കാണാതെ പോകത്തില്ല. അതിന്റെ മറുപടികൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ നിരന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും സഭ ശ്രദ്ധയോടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നിരന്തരമായി അതിനു വേണ്ടി സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ അപ്പോസ്തലൻ 2:8 പറഞ്ഞ പോലുള്ള അനേക സാക്ഷികൾ നമുക്ക് പറയാൻ കഴിയും. കേട്ടോണോ? അവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? 3-ാം വാക്യം 2:8-3 വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. അപ്പൊ അവരുടെ താല്പര്യം എന്തായിരുന്നു? അവരുടെ നല്ല ആഗ്രഹങ്ങൾ എന്തായിരുന്നു? അവർക്ക് എന്തായിരുന്നു അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ? ഞായറാഴ്ച എന്നൊരു ഒറ്റ ദിവസം കൊണ്ട് ആത്മീയത തുടങ്ങി ആത്മീയത അവസാനിപ്പിക്കുന്ന, ഞായറാഴ്ചയുടെ ഒരു 9 മണി തൊട്ട് 12 മണി വരെയുള്ള 3 മണിക്കൂർ കൊണ്ട് ആത്മീയത തുടങ്ങുന്നു, ആത്മീയത അവസാനിക്കുന്നു, ബൈബിൾ തുറക്കുന്നു, ബൈബിൾ അടയ്ക്കുന്നു. ഇതല്ലായിരുന്നു അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ആഴ്ചകളിലെ ചില മണിക്കൂറുകൾ കൊണ്ട് തീർക്കുന്നതല്ലായിരുന്നു അവരുടെ ആത്മീക ജീവിതം. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ഒരു സഭായോഗം കൂടണമെന്ന് മാത്രം ഉള്ളതല്ലായിരുന്നു. മറിച്ച് അവരുടെ ഹൃദയത്തെ, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ നല്ല ആഗ്രഹങ്ങളെ, വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ, എനിക്കൊരു കാര്യം അറിയാം, കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നിങ്ങൾ കടന്നുപോയാലും ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമായി നിങ്ങളെ ജീവിപ്പിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ നിങ്ങളെ വിളിച്ച ദൈവം അതിന് നിങ്ങളെ ശക്തരാക്കും. ഉറച്ച വിശ്വാസത്തോടെയാണ് അപ്പോസ്തലർ കൂട്ടരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രിയരെ, ഇന്ന് രാത്രി ഈ ദൈവനം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഏത് മേഖലയിലാണ് ശക്തമാകുന്നത്? നമ്മുടെ പ്രാർത്ഥന ഏത് മേഖലയിലാണ് കുറച്ചുകൂടെ കോൺസ്റ്റന്റ് ആയി മാറുന്നത്? നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഈ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ആ ശൈലി എന്തെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ ശൈലിയെ നാമും അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഫലം കായ്ക്കുന്ന അനേക ദൈവമക്കളെ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ, ഇത് ഓൾറെഡി 1-ലധികം പ്രാവശ്യം ഈ ഭാഗം എടുത്ത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ, താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ഞാൻ അന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സഹായത്തിന് എല്ലാവരും അങ്ങോട്ടാണ് അപേക്ഷിക്കുന്നത്. പക്ഷെ ബൈബിളിൽ കാണുന്നു ഇങ്ങോട്ട് അപേക്ഷിച്ച. എന്താ അതിന്റെ പ്രത്യേകത അറിയോ? കാരണം വിശ്വാസത്തെ അവരെന്താ ചെയ്യാൻ കാര്യം അറിയോ? അവരുടെ ഉള്ളിൽ ഇത് ചെയ്യുവാനുള്ള പ്രേരണ കൊടുത്തത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളല്ല. അവർ കൊടുത്തത് പേരിന് പെരുമയ്ക്ക് വേണ്ടിയല്ല, അതേ പ്രശസ്തിക്ക് വേണ്ടിയല്ല. അവരുടെ ഉള്ളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വിശ്വാസം അവരെ പ്രോംപ്റ്റ് ചെയ്തു, അതിനവരെ പ്രചോദിതരാക്കി. എന്ത് ചെയ്യാൻ വേണ്ടി? സഹോദരങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ഗുണമുള്ളത് ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാലും വിശ്വാസത്താൽ ഒരു പ്രചോദിതരായി. കാരണം അവർക്ക് വേണ്ടി അങ്ങനെ വളരെ സ്പെസിഫൈ ആയി പ്രാർത്ഥിക്കുന്ന നേതൃത്വം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലും വ്യാപരിക്കട്ടെ. നമ്മുടെ ഈ ആഗ്രഹം അതായിരിക്കട്ടെ. എന്താണ് ഇവിടെ വായിക്കുന്നത്? അവര് അപ്പോസ്തലൻ പറയാ,
ഈ ഒരു ദൈവകൃപ, ഈ ദൈവകൃപ എനിക്ക് മറച്ചു വെക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അപ്പോസ്തലൻ ഇതേ അധ്യായത്തിൽ, ഇതേ പുസ്തകത്തിൽ 2 കൊരിന്ത്യർ 6:1 പറയുന്നത് കേട്ടോടെ. കൊരിന്ത്യരോട് പറയാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ അപ്പോസ്തലൻ ഒരു ഭയം, എന്തുവാ? കൊരിന്ത്യ സഭയുടെ ഏകാഗ്രത നഷ്ടപ്പെടുമോ? കൊരിന്ത്യ സഭയുടെ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമാകുമോ? അപ്പൊ ആരെ കൊണ്ടുവന്നു? കൃപ വ്യർത്ഥമായി പോകണ്ട കഠിന ശോധനയിൽ ജീവിച്ചവരെ മാതൃകയായി. കൊരിന്ത്യ സഭ അങ്ങനെ കഠിന പീഠത്തിലൂടെ കടന്നു പോയിട്ട് ഇവിടെ പറയുന്നില്ല. അവർ സമൃദ്ധിയിൽ ജീവിച്ച ഒരു സഭയാണ്. അവർക്ക് സമ്പത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ തെസ്സലോനിക്ക സഭയ്ക്ക് സന്തോഷത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. സമ്പത്തിന്റെ സമൃദ്ധി ഉണ്ടായിട്ടും അവരോട് നിർബന്ധമായി കൊടുക്കണമെന്ന് അപ്പോസ്തലന് പറയേണ്ട വന്നു. ഞാൻ എന്റെ ആളുകളെ അവിടെ അയക്കുമ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ച ധർമ്മശേഖരം നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കേണ്ട വന്നു. പക്ഷെ സന്തോഷത്തിന്റെ സമൃദ്ധിയും ഔദാര്യ മനസ്സും ജനറോസിറ്റിയുള്ള ദൈവകൃപയെ വ്യർത്ഥമാക്കാത്ത ആ വിശ്വാസത്തിൽ പ്രചോദിതമായ സഭയുടെ പ്രത്യേകത കേൾക്കണോ? അങ്ങോട്ട് അപേക്ഷിക്കുകയല്ല, അപ്പോസ്തലന് അവിടെ അവർ അങ്ങോട്ട് ചോദിക്കണം, അപ്പോസ്തല എങ്ങനെയാണ് ഞങ്ങൾ ഈ ധർമ്മകാര്യത്തിലും കൂട്ടായ്മയിലും കൈനീട്ടേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ ഞങ്ങൾക്ക് ഈ നല്ല പ്രവൃത്തികളിൽ പങ്കാളികളാകുവാൻ? വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും. അടുത്ത വാക്ക് കേട്ടോണേ, എടുത്തൊരു വാക്ക് പറയുന്നുണ്ട്, സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. ഇതാണ് നമ്മൾ പറയത്തില്ലേ, നമ്മളെ സാക്ഷ്യപ്പെടുത്തേണ്ടതെന്ന് പറയത്തില്ലേ? നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മളെ കുറിച്ച് പറയുന്നതല്ല നമ്മുടെ സാക്ഷ്യം. മറ്റൊരാള് നമ്മളെ സാക്ഷ്യപ്പെടുത്തണം. നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് പറയാം, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം, ഒരു കാര്യം പങ്കുവെക്കുന്നതിന് നന്ദി പറയാം, അതല്ല ഉദ്ദേശിച്ച്. ഞാൻ തന്നെ എന്നെ സാക്ഷീകരിച്ചാൽ ആ സാക്ഷ്യത്തിന് വാലിഡിറ്റി. പക്ഷെ മറ്റൊരാൾ, അത് ജനം അംഗീകരിക്കുന്ന ഒരാൾ, സാക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരാൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ, അപ്പോസ്തലനായ പൗലോസ് പറയാ, ഞാൻ വിറ്റ്നസ് ചെയ്യുക, ഞാൻ സധൈര്യം ഞാൻ ചിലരെ കുറിച്ച് നിങ്ങളോട് ഉറപ്പിച്ചും തറപ്പിച്ചും അവർക്ക് പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലുപ്പത്തെ കുറിച്ചും വിശ്വാസത്താൽ പ്രചോദിതമായി അവർ ചെയ്യുന്ന ആ നല്ല പ്രവർത്തികളെ കുറിച്ചും അവരുടെ ഹൃദയ വിശാലതയെ കുറിച്ചും സന്തോഷ സമൃദ്ധിയെ കുറിച്ചും കഠിന ശോധനയും മഹാദാരിദ്ര്യവും ഒരു വശത്ത് അവരെ ഞെരുക്കിക്കളയുമെന്ന് തോന്നിയപ്പോൾ മറുവശത്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം എന്ന് ചോദിച്ചാൽ അവർ ദൈവകൃപയെ വൃഥാവാക്കിയില്ല. ആ ദൈവകൃപയാൽ അവർക്ക് ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഞാൻ സാക്ഷിയോ, അപ്പോസ്തലനൊക്കെ ഞാൻ സാക്ഷി എന്ന് പറഞ്ഞൊരു സാക്ഷ്യം കിട്ടുകയെന്ന് പറഞ്ഞല്ലേ, ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവരുടെ പ്രത്യേകത കേട്ടോണം, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. സമ്പൂർണമായി ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല, അവർ തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ അവരെ നയിക്കുന്ന, അവർക്ക് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കൊടുക്കുന്ന, അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഞങ്ങളെ അവരെ അനുസരിച്ചു, വിധേയപ്പെട്ടു. എങ്ങനെ? ദൈവേഷ്ടത്തിന് അനുസരിച്ച്. ഓ, എന്തൊരു മഹാഭാഗ്യകരമായ ജീവിതം അല്ലേ! ദൈവത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദൈവം നമ്മളെ നടത്താൻ വെച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവം അവരോട് വിധേയപ്പെടുക. എങ്ങനെ? ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം വിധേയപ്പെടുമ്പോൾ അപ്പോസ്തലൻ പിന്നെ സാക്ഷി പറയാതിരിക്കാൻ? നമ്മൾ മടങ്ങി വരാം, തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയൊന്ന് ഓർത്തേ. ഈ റിസൾട്ട്, ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധ്യമായോ? പലപ്പോഴും ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ പറ്റാത്തവരായിരുന്നു ആര്? കൊരിന്ത്യ സഭ.
പലപ്പോഴും ലക്ഷ്യം തെറ്റി പോവാറുണ്ട്. അവര് വിശ്വാസത്താൽ പ്രചോദിതമായി ജീവിക്കേണ്ടവര് പലപ്പോഴും സഭയ്ക്കകത്ത് സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി കൃപാവരങ്ങളെ വരെ അവര് ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി. കൊടുക്കുവാൻ ധാരാളമായി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അപ്പോസ്തലന് അവരെ കൊടുക്കുവാൻ നിർബന്ധിക്കേണ്ട വന്നു. കൊടുക്കുവാൻ ധാരാളമായി കയ്യിലില്ലാതെ പ്രയാസത്തിലൂടെ കടന്നുപോയ മക്കെദോന്യ സഭകൾ അപ്പോസ്തലനെ നിർബന്ധിച്ചു, അപേക്ഷിച്ചു. എന്തൊരു വ്യത്യാസമാണ്! അപ്പൊ തെസ്സലോനിക്ക സഭ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുമോ എന്നുള്ളത് അപ്പോസ്തലന് ഭയമില്ലായിരുന്നു. എന്നാൽ കഷ്ടത എന്ന കഠിന ശോധനയിൽ വിശ്വാസം പിന്മാറാതിരിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. പക്ഷെ കൊരിന്ത്യ സഭയെ കുറിച്ച് ആഗ്രഹിച്ചത് സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഈ കൊരിന്ത്യ സഭ ചതിക്കപ്പെടുമോ എന്ന് അപ്പോസ്തലൻ ഭയപ്പെട്ടു. മക്കെദോന്യ സഭകളുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. കൊരിന്ത്യ സഭയോട് പറയേണ്ട വന്നു, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെ നിങ്ങൾ വ്യർത്ഥമാക്കരുത്, നിങ്ങൾ അതിനെ ഏതുമില്ലാതാക്കരുത്. പക്ഷെ മക്കെദോന്യ സഭയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കൊരിന്ത്യരോട് പറയാം, കൊരിന്ത്യരെ ഇനി കൊരിന്ത്യര് പിണങ്ങിയാലും ശരി ഇണങ്ങിയാലും ശരി അപ്പോസ്തലൻ ഉറപ്പിച്ച് സാക്ഷ്യം പറയാ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറഞ്ഞേ. നാം ദൈവസന്നിധിയില് ദൈവിക പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രത്യാശ, നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം, നമ്മുടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നുണ്ടോ? എന്തിനു വേണ്ടി നമ്മൾ പ്രത്യാശിക്കുന്നു അത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്, ഇന്നത്തെ നാളെ നമ്മൾ പ്രത്യാശിക്കുന്ന ആ നിത്യമായ ജീവിതത്തിന്റെ പ്രത്യാശ ഇന്നത്തെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുന്നുണ്ടോ, സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നുണ്ടോ, കാഴ്ചപ്പാടുകളെ മാറ്റുന്നുണ്ടോ? അവ രണ്ട് വശത്ത് നിൽക്കുവാണോ? വാട്ട് യു ഹോപ്പ് ഫോർ ഷേപ്പ് വാട്ട് യു ലിവ്. അപ്പോസ്തലൻ പറയാ, ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങൾക്ക് ശക്തി പകരട്ടെ. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിലുള്ള നല്ല ആഗ്രഹങ്ങൾ, വിശ്വാസത്താൽ പ്രചോദിതമായ നല്ല പ്രവർത്തികൾ ചെയ്തെടുക്കാൻ ഒരു നല്ല കാലമൊന്നും വരത്തില്ല. അതിനുവേണ്ടി ഒരു ശാന്തമായ കാലഘട്ടമൊന്നും ഇനി നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. അതിനുവേണ്ടി സ്വസ്ഥമായ ഒരു കാലമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മറിച്ച് നമുക്കിപ്പം വേണ്ടതെന്ന് ചോദിച്ചാൽ സ്വസ്ഥമായ, സുഖകരമായ, അനുകൂലമായ ജീവിത സാഹചര്യത്തെക്കാൾ ഉപരി നിരന്തരമായ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. നമ്മെ വിളിച്ച ദൈവം വിളിക്ക് യോഗ്യമായ ഒരു ജീവൻ നയിപ്പാൻ നമ്മളെ ശക്തരാക്കണം. നമ്മുടെ ഉള്ളിൽ വിശ്വാസം പകർന്ന ദൈവം ആ വിശ്വാസത്തിൽ പ്രചോദിതരായി നിത്യജീവനെ ലക്ഷ്യമാക്കുവാൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പായുള്ള ഈ കാലഘട്ടത്തിൽ, ഈ ഭൂമിയിലെ ആയുസ്സിൽ നമ്മുടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാനുള്ള, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി അത് പ്രവർത്തിപ്പാനുള്ള നമ്മുടെ നല്ല ആഗ്രഹങ്ങളുടെ, നല്ല പ്രവർത്തികളെ അവിടുത്തെ ശക്തിയാൽ സാധ്യമാക്കണമെന്ന് നിരന്തരമായി പ്രാർത്ഥിപ്പാൻ സഭ ഒരുങ്ങട്ടെ. സഭയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഒരു നല്ല സാഹചര്യം ഞങ്ങൾക്ക് തരണമേ, ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ, പീഡനങ്ങൾ മാറി, കഷ്ടങ്ങൾ മാറി, ദുരിതങ്ങൾ മാറി, ദുഃഖങ്ങൾ മാറി. അങ്ങനെ ഒരു പ്രാർത്ഥന സഭ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തുമില്ല. സഭയ്ക്ക് എന്നും ദൈവം ആഗ്രഹിക്കുന്നത്, സഭ പ്രാർത്ഥിക്കേണ്ടത് സാഹചര്യങ്ങൾ എന്തായാലും, വെല്ലുവിളികൾ എന്തായാലും, ഭീഷണികൾ എന്തായാലും, അതിന്റെ നടുവിൽ നിന്റെ വചനത്തെ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ, നിന്റെ ആത്മാവിൽ നിറഞ്ഞവരായി, വിശ്വാസ പ്രചോദരായി നിനക്ക് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കും. വലിയ പ്രതിസന്ധി അപ്പോസ്തലന്മാർക്കുണ്ടായി. അവരെ വിളിച്ചടിപ്പിച്ചു, ഇനിമേൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞു. അവര് കൂടി വന്നു, പ്രാർത്ഥിച്ചിടം കുലുങ്ങി. അവർ പ്രാർത്ഥിച്ചത് രാജാക്കന്മാരെ നീക്കാനോ, അവർക്ക് അനുകൂലമായ രാജാക്കന്മാരെ വാഴിക്കാനോ, എല്ലാവരെയും നശിപ്പിക്കാനല്ല. അവർ ഒറ്റ കാര്യം ദൈവത്തോട് ചോദിച്ചത്, ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികൾ നീ കാണുന്നുണ്ടല്ലോ, ഇതിന്റെ നടുവിൽ നിന്റെ വചനത്തെ പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങൾക്ക് കൃപ പകരണേ.
ഇന്ന് പ്രാർത്ഥനകൾ മാറി, ശൈലികൾ മാറി, രീതികൾ മാറി. നിരന്തരമായ പ്രാർത്ഥനകളുണ്ട്, ചെയിൻ പ്രയറുകളുണ്ട്, 24 hours ഉണ്ട്, അല്ലെങ്കിൽ ദിനരാത്രങ്ങളുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനാ രീതിയല്ല, പുതിയ നിയമസഭയുടെ പ്രാർത്ഥനാ രീതിയല്ല. എല്ലാവരുടെയും ശ്രദ്ധ തങ്ങളിൽ നിന്ന് മാറി, ദൈവത്തിൽ നിന്ന് മാറി സാഹചര്യത്തിലേക്ക് പോയി. പക്ഷെ അപ്പോസ്തലൻ കാര്യമൊക്കെ ശരിയാ, ഭാവിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളെ അവർ കൈകാര്യം ചെയ്തു. പക്ഷെ അപ്പോസ്തലൻ പറയാ, എന്റെ പ്രാർത്ഥന മാറ്റാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല, നിരന്തരമായി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞ് എന്താണ് എന്റെ അവസാനം പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപ നിമിത്തം നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തു നാമങ്ങളിലും നിങ്ങൾ കർത്താവിനോടൊപ്പവും മഹത്വീകരിക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം മാറ്റി വെച്ച ഒരു മഹത്വത്തെ കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ ജീവിതവുമായി കണക്റ്റഡ് ആണ് ഈ ഗ്ലോറി എന്ന് പറയുന്നത്. Then the name of our Lord Jesus will be honored. എങ്ങനെയാണ് യേശുവിന്റെ നാമം നമ്മളിൽ മഹത്വപ്പെടുന്നത്? Because of the way you live. നാം ജീവിക്കുന്ന ജീവിതത്തിന്റെ രീതി കൊണ്ടാണ് യേശുവിന്റെ നാമം നമ്മളിൽ മഹത്വപ്പെടുന്നത്. And you will be honored along with him. നമ്മൾ അവനിലും മഹത്വപ്പെടും. അവൻ നമ്മളിൽ മഹത്വപ്പെടണമെങ്കിൽ അതിനു വേണ്ടിയാണ് അപ്പോസ്തലൻ ഈ നിരന്തരമായ പ്രാർത്ഥന കഴിച്ചത്. മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട, വരാനുള്ള ഒരു മഹത്വമുണ്ട്, ആ മഹത്വത്തെ മാത്രം നോക്കിയാൽ മതി എന്നല്ല പഠിപ്പിച്ചേ. യേശു അത്ഭുത വിഷയമായി വെളിപ്പെടും, അന്ന് നമ്മളും ഗ്ലോറിഫൈഡ് ആകും. പിന്നെ ഇവിടുത്തെ ഇവിടെ ഇപ്പൊ എങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആ വരാനുള്ള മഹത്വത്തെ മാത്രം ലക്ഷ്യം വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ല പഠിപ്പിച്ചത്. വരാനുള്ള മഹത്വത്തെ ലക്ഷ്യം വെക്കാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ദൈനംദിന ജീവിതത്തിന്റെ ക്വാളിറ്റിയെ ലക്ഷ്യം വെക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, the name of our Lord Jesus, യേശുവിന്റെ നാമം നമ്മൾ എങ്ങനെ മഹത്വപ്പെടുന്നത്? നാം ജീവിക്കുന്ന ജീവിത രീതിയിൽ യേശുവിന് നാം മഹത്വപ്പെടും. അത് മാത്രമല്ല, നാം യേശുക്രിസ്തു നാമം നിങ്ങളിലും നിങ്ങൾ കർത്താവിനോടൊപ്പവും മഹത്വീകരിക്കപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എങ്ങനെ സാധ്യമാവുമെന്ന് അറിയാവോ? അത് നമ്മുടെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് സാധ്യമാക്കി തരുന്നത് നമ്മുടെ കർത്താവിന്റെ കൃപയാണ്. ദിസ് ഈസ് ഓൾ മെയ്ഡ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് അവർ ഗോഡ് ആൻഡ് ലോർഡ് ജീസസ്. ഇതെല്ലാം സാധ്യമാകുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 2 കാര്യം നമ്മൾ സംഭവിക്കണം. ഒന്ന്, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. 2, വരുവാനുള്ള ജീവിതത്തിലെ കാലെടുത്ത് വെക്കുവാൻ നമ്മൾ ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കണം. 1, കാര്യം ശരിയാ, കർത്താവ് തേജോപൂർണനായി, പൊൻകിരീടധാരിയായി, ശക്തിയുള്ള ദൂതന്മാരുമായി, അഗ്നിജ്വാലയിൽ പൂർണ്ണ പ്രഭാവത്തോടെ മഹത്വത്തോടെ അവൻ പ്രത്യക്ഷനാകും. അതിന്റെ വെളിച്ചമാണ്, അതിന്റെ മുന്നോടിയായിട്ടാണ് മറുരൂപ വലയിൽ തന്റെ രൂപാന്തരം കണ്ടതും. അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ഒരു കിഴവി കഥകളും മനുഷ്യനുണ്ടാക്കിയ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ അവന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് പറയുന്നത്. ഞങ്ങൾ അവിടെ ഒരു ശബ്ദം കേട്ടു, വിശുദ്ധ പർവ്വതത്തിൽ, ഇവൻ എന്റെ പുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ച് ചെവി കൊടുപ്പി എന്ന ശബ്ദം കേട്ട് ആ രൂപാന്തരം, ട്രാൻസ്ഫിഗറേഷൻ ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ അപ്പോസ്തലന്മാർ, എന്റെ വാക്കുകളെ ഇവിടെ വേഗത്തിൽ അവസാനിപ്പിക്കാം, അപ്പോസ്തലന്മാർ ട്രാൻസ്ഫിഗറേഷനെ കുറിച്ച്, അതായത് തേജോ രൂപം ധരിക്കൽ. എന്താ ട്രാൻസ്ഫിഗറേഷൻ എന്ന് വെച്ചാ? തേജോ രൂപം ധരിക്കൽ. മൺശരീരം മാറി വിൺശരീരം ധരിക്കുന്ന ട്രാൻസ്ഫിഗറേഷൻ, അത് സംഭവിക്കുന്നതിനെ കുറിച്ച് എല്ലാ ലേഖനങ്ങളിലും എടുത്തു പറയുകയും വിശ്വാസികളെ അതിനായി ശക്തീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. നാണയത്തിനൊരു മറുവശമുണ്ട്, ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ക്യാരക്ടറിന്റെ ട്രാൻസ്ഫോർമേഷന് നാം ഇന്ന് പ്രാധാന്യം കൊടുത്താൽ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന്റെ ട്രാൻസ്ഫിഗറേഷൻ ദൈവം ചെയ്തുകൊള്ളും. ക്യാരക്ടറിന്റെ ട്രാൻസ്ഫോർമേഷന്, സ്വഭാവത്തിന്റെ രൂപാന്തരത്തിനായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്ത ഒരാൾക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തേജോ രൂപം ധരിക്കാൻ കഴിയത്തില്ല. നാം നമ്മുടെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ
നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന്. നമ്മുടെ വിചാരം ഇതല്ല, നാളുകളിൽ നടക്കാൻ പോകുന്നതല്ല, ഇന്ന് സംഭവിക്കണം, ഈ നാളുകളിൽ ഈ ജീവിതത്തിൽ സംഭവിക്കണം, മഹത്വപ്പെടണം. അതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്നെ വിളിക്ക് യോഗ്യരായി എണ്ണി തൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. നന്മ പ്രവർത്തിപ്പാനുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അവിടുത്തെ ശക്തിയാൽ പരിപൂർണമാക്കട്ടെ എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിമിത്തം നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ, ഈ വാക്ക് മറക്കരുത്, നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൃപ നിമിത്തം നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ, ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ, ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ, നിങ്ങളുടെ ലൈഫിലൂടെ കർത്താവായ യേശു ക്രിസ്തു നാമം നിങ്ങളിലും നിങ്ങൾ കർത്താവിനോടൊപ്പം മഹത്വീകരിക്കപ്പെടും. Then the name of our Lord Jesus will be honored because of the way you live, and you will be honored along with him. ഇതെല്ലാം സാധ്യമാകുന്ന എങ്ങനെയാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ. പ്രിയരെ, ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കാനായി തലകളെ വണക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ ട്രാൻസ്ഫോർമേഷൻ പ്രാപിക്കുന്ന എന്റെ ജീവിതം, ഇന്ന് ദൈവം എനിക്ക് തരുന്ന ഈ ദിവസത്തെ, ഇന്നെന്ന ദിവസത്തിൽ ദൈവം വരുത്തുന്ന അതിന്റെ ആത്മാവിന്റെ സ്വാധീനത്തോടുകൂടെ പ്രവർത്തനത്തോടുകൂടെ എന്നിൽ വരുത്തേണ്ട രൂപാന്തരത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അതോ എന്റെ മനസ്സിൽ മൊത്തം ട്രാൻസ്ഫോർമേഷൻ അല്ല, നടക്കാൻ പോകുന്ന ട്രാൻസ്ഫിഗറേഷൻ മാത്രമാണോ? ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഒരു വിലയുമില്ലയോ? ഇന്നത്തെ ജീവിതത്തിലൂടെ യേശുവിന്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടണമെന്ന് എനിക്ക് ചിന്തയുണ്ടോ? അതോ ഇവിടെ എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല, അന്നാളിൽ ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളിയായ മതിയോ എന്നുള്ള ഒരു വശം മാത്രമാണോ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല, ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളെ നമുക്ക് നിശ്ചയമായും ദൈവഹിതപ്രകാരം, ദൈവേഷ്ടപ്രകാരം ചിന്തിപ്പാനും പ്രാർത്ഥിപ്പാനും നമുക്കിടയാകട്ടെ. നമുക്ക് എന്തു വേണം? ദൈനംദിനമുള്ള, അതായത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഉള്ള ദൈനംദിന സ്വഭാവ രൂപാന്തരവും വേണം. പിന്നെയോ ആത്യന്തികമായി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള തേജോമയമായ രൂപം പ്രാപിക്കുന്ന ട്രാൻസ്ഫിഗറേഷൻ എന്ന രൂപാന്തരവും നമുക്ക് വേണം. ഇത് രണ്ടും ദൈവത്തിന്റെ ആത്മാവിനാലാണ് സാധ്യമായിരിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവത്തിന് കൊള്ളാവുന്നതാക്കുന്നു, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്ത് നമുക്ക് ആലോചന പറഞ്ഞു തരുമ്പോൾ നാം നമ്മളെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ നാം ട്രാൻസ്ഫോർമേഷന് പങ്കാളികളാവും. അങ്ങനെയുള്ള ദൈവമക്കൾ അവരുടെ ട്രാൻസ്ഫിഗറേഷനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ തേജോമയമായ രൂപം യേശു ധരിച്ച പോലെ ധരിക്കുന്നതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിനെ മരിച്ചുയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും, അവന് തുല്യരാക്കി നമ്മളെ തീർക്കും. നാം അവന്റെ മഹത്വത്തിൽ ക്രിസ്തുയേശുവിന്റെ തേജസ്സിന്റെ കൂട്ടവകാശികളായി നമ്മൾ തീരും. രാത്രി നമ്മുടെ നിരന്തരമായ സഭയ്ക്കൊരു ആഹ്വാനം ദൈവം തരിക. അതെ, നമുക്കൊരു ആഹ്വാനം ദൈവം തരിക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ദൈവം ഒരു ആഹ്വാനം തരിക. അതെ, പ്രാർത്ഥന കുറച്ചും കൂടെ ആഴമാക്കുവാൻ. എന്തിനു വേണ്ടി? ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ അവരുടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാനുള്ള നല്ല ആഗ്രഹങ്ങൾ അവരുടെ ഉള്ളിൽ കൊടുക്കുകയും ആ പ്രവർത്തനങ്ങളെ സാധ്യമാക്കുവാൻ തക്കോണം ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാൻ സഭയിലെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുകയും ചെയ്യുവാൻ വേണ്ടി സഭ ഓരോരുത്തരും നിരന്തരമായി, വാക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലതിന്, നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്റെ സഭയോട് രാത്രി ആഹ്വാനം ചെയ്യുക. അതെ, തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മറുപടി കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു. അതെ, സാക്ഷ്യം വഹിച്ചുകൊണ്ട് അപ്പോസ്തലൻ ധൈര്യസമേതം മക്കോദോന്യ സഭകളെ, തെസ്സലോനിക്ക സഭയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു, അവർ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായ ഫലം അവർ നൽകി തരും. നമുക്കും അങ്ങനെ കേൾക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ചിലർ നമുക്ക് എഴുന്നേൽക്കട്ടെ, ചിലർ സാക്ഷ്യം പറയട്ടെ. ഞങ്ങൾ വിചാരിച്ചതിലപ്പുറം, ഞങ്ങൾ ചിന്തിച്ചതിലപ്പുറം, അയ്യോ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച് ഈ കാര്യം ചെയ്യാമോ ചോദിച്ചപ്പോ അവർ ഇങ്ങോട്ട് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എങ്ങനെ ഈ കർത്താവിന്റെ വേലയിൽ സഹായിക്കണം, ശുശ്രൂഷയിൽ എങ്ങനെ ഞങ്ങൾ പങ്കാളിത്തം വഹിക്കണം, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടാം. ഈ മാറ്റം ഉണ്ടാകണമെങ്കിൽ
അത് സാഹചര്യങ്ങളെ നോക്കിയാൽ ഉണ്ടാകത്തില്ല, ലോകത്തെ നോക്കിയാൽ ഉണ്ടാകത്തില്ല, നിന്ദിക്കുന്നവരെ നോക്കിയാൽ ഉണ്ടാകത്തില്ല, മാനിക്കുന്നവരെ നോക്കിയാൽ ഉണ്ടാകത്തില്ല. അത് സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കി ആത്മനിറവിൽ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്താണ് ഈ മാറ്റങ്ങൾ ഉളവാകുന്നത്. ദൈവം ഇന്ന് രാത്രി നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു. രൂപാന്തരത്തിനും അതെ ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്ഫിഗറേഷനുമായി നമ്മൾ ഒരുങ്ങുക. ഇന്ന് ട്രാൻസ്ഫോർമേഷനെങ്കിൽ നാളെ ട്രാൻസ്ഫിഗറേഷൻ നടക്കും. ഇന്ന് സ്വഭാവത്തിന്റെ രൂപാന്തരമെങ്കിൽ നാളെ ശരീരത്തിന്റെ രൂപാന്തരം നടക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ